Assalamualaikum. Hi everyone. Good morning. Hope you all are fine. ഇന്നത്തെ ഡേ ഭയങ്കര കാം ആൻഡ് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഡേ അല്ല വ്ളോഗ്. ബിക്കോസ് ഡേ ആസ് യൂഷ്വൽ ഭയങ്കര റഷായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് കെയോസൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാംനെസ്സാണ്. മോന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഹോം ഭയങ്കര ക്വയറ്റാണ്. അപ്പോഴാണ് ഞാൻ ശരിക്കും എൻ്റെ കാം ആൻഡ് സ്ലോ മോർണിംഗ് സ്റ്റാർട്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സിമ്പിളാണ്. ബ്രെഡ് വാട്ടിയത്, വേണമെങ്കിലൊന്ന് ഫാൻസി ആക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയാം. നോർമലി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് എന്തെങ്കിലുമാണ് ഉണ്ടാവുക. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഹാക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രെഡ്, എഗ്ഗ് ഇതൊക്കെ വാങ്ങി വെക്കുക എന്നുള്ളതാണ്. വലിയ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലേസി ആയിട്ടുള്ള ഡേയ്സിൽ ഇത് ഭയങ്കരമായിട്ട് സേവ് ചെയ്യും. പിന്നെ മോനെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ പോയി പിക്ക് ചെയ്ത് തിരിച്ചു വന്ന് നമ്മൾ രണ്ടാളും കൂടെ ക്വിക്കായിട്ടൊരു മിഡ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. പിന്നെ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് ഫിഷ് എടുത്ത് പുറത്ത് വെച്ചപ്പോൾ തന്നെ എവിടെ നിന്നില്ലാണ്ട് പെട്ടെന്ന് ബിരിയാണി തിന്നാൻ ഭയങ്കര ഒരു ക്രേവിങ്. കാരണം ഫിഷ് അയക്കൂറാണ്, അതും ലാസ്റ്റ് ബാച്ചാണ് ഫ്രീസറിലുള്ള. പിന്നെ ആകെയുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആകെ കുറച്ച് പീസുള്ളൂ ഫിഷ്. അതിനെ കൊണ്ട് ഉണ്ടാക്കണോ വേണ്ടേന്ന് കുറേ ആലോചിച്ച് പിന്നെ അങ്ങ് വിചാരിച്ച് ഇന്നത്തെ ക്രേവിങ് ഇന്ന് തന്നെ അങ്ങ് തീർത്താളാന്ന്. നാളത്തേക്ക് വെക്കുമ്പോൾ ഒരു രസമില്ല. നാളത്തേക്ക് വെച്ചാലും ഇനി അടുത്ത ആയിക്കുറ വാങ്ങിയാലാണല്ലോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനൊരു ക്വിക്ക് ആൻഡ് ലേസി ബിരിയാണി അങ്ങ് ഉണ്ടാക്കിക്കാളാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴാണ് അടുത്ത പ്രോബ്ലം വന്നത്. തക്കാളി തീർന്നു പോയി. താഴെ പോയിട്ട് വാങ്ങാനും മടി. ഓൺലൈനിൽ നോക്കിയപ്പോൾ അവൈലബിൾ അല്ല. ഇനിയിപ്പോൾ കോൾ ചെയ്തിട്ട് പറഞ്ഞാണെങ്കിലോ എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ കോൾ ചെയ്തിട്ട് ഇതെത്തുമ്പോഴത്തേക്ക് ബിരിയാണി തിന്നാനുള്ള ക്രേവിങ്ങും പോവും, ബിരിയാണി ഉണ്ടാക്കാനുള്ള മൂഡും പോവും. അപ്പം ഞാൻ വിചാരിച്ചു സാധാ ചോറുണ്ടാക്കി ഫിഷ് ഫ്രൈയും കൂട്ടി കഴിക്കാമെന്ന്. എന്നാലും ഉള്ളിൽ ആ ക്രേവിങ് സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ മോനെ അങ്ങ് വിട്ടു, രണ്ടും കൽപ്പിച്ച്. ഫസ്റ്റ് ടൈമാണ് അവനെ ഞാൻ ഒറ്റയ്ക്ക് സാധനം വാങ്ങാൻ വിടുന്നത്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കുറച്ച് പേടിച്ചിട്ടാണ് വിട്ടതെങ്കിലും സൂപ്പറായിട്ട് സാധനം വാങ്ങി വന്നവന്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്ത് ബിരിയാണി എന്നൊന്നുമില്ല. ഫിഷ് ആയാലും ചിക്കൻ ആയാലും ബീഫായാലും എപ്പോഴും ഒരു സ്പെഷ്യൽ ഫീലാണ്. ബിരിയാണി അങ്ങനെയാണ്, ഹോൾ ഡേക്ക് ഒരു സെലിബ്രേഷൻ ഫീല് തരും. പിന്നെ എല്ലാ ടൈപ്പ് ബിരിയാണിയും വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സീ ഫുഡ് ബിരിയാണിയാണ് കേട്ടോ. ചെമ്മീൻ, ഫിഷ്, അയക്കുറ പോലത്തെ ഫിഷ് ബിരിയാണിയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പം ഞാൻ അങ്ങനെ ഒതൻറ്റിക് ആയിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്. ബിരിയാണി തിന്നാൻ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തിന്നാൻ പറ്റിയൊരു ബിരിയാണി, അങ്ങനെയാണിത്. നിങ്ങൾക്കും ഇങ്ങനെ റാൻഡം ടൈംസിൽ ക്രേവിങ്സ് ഒക്കെ വരലുണ്ടോ? എനിക്ക് എപ്പോഴും തോന്നൽ എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള സ്റ്റോക്കും ക്രേവിങ്ങും ആയിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം മാച്ച് ആവില്ല എന്നാണ്. ഒന്നെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മിസ്സിങ് ആയിരിക്കും, അല്ലെങ്കിൽ തക്കാളി പോലത്തെ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിസ്സിങ് ആയിരിക്കും. പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് ഒന്നും മിസ്സായി എന്ന് വെച്ചിട്ട് ഹോൾ ഡിഷ് ഫെയിലാവുമെന്ന് വിചാരിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ. ഇടയ്ക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇല്ലെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ അത് സ്കിപ്പാക്കിയിട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും ആഡ് ചെയ്യും. ലൈക്ക് ചില ടൈംസ് ചില ഐറ്റത്തിന് ഇപ്പോൾ തക്കാളി ഇല്ലെങ്കിൽ അതിന് കുറച്ച് യോഗട്ടോ ലൈമോ ഒക്കെ ഇട്ടിട്ട് ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് എടുക്കും. അങ്ങനെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടും ഒരു ഐറ്റം വർക്കൗട്ട് ആക്കാൻ പറ്റുമെന്നുള്ളത് ഹോം മേക്കിങ്ങിലൂടെ തന്നെയാണ് കേട്ടോ ഞാൻ പഠിച്ചത്. പിന്നെ ഞാൻ ഇന്ന് ഉള്ളി ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് പകരം ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഉള്ളി എയർ ഫ്രയറിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് വർക്ക് ആവുകയാണെങ്കിൽ ഓയിലും സേവ് ചെയ്യുക, പിന്നെ എഫേർട്ടും സേവ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ഹോം മേക്കിങ്ങിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ. ചില ടൈമിൽ നമുക്ക് ന്യൂ ഷോർട്ട് കട്ട്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് മേക്സ് ലൈഫ് ഈസിയർ. ഇപ്പോൾ കുറച്ചായിട്ട് നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും എന്തുണ്ടാക്കുമ്പോഴും നെയ്യിൽ ആദ്യം ഒന്ന് അരി ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിക്കുകയാണ് ചെയ്യലുള്ളത്. എന്നിട്ടാണ് ഉപ്പൊക്കെ ആഡ് ചെയ്യുക. ഗീയിൽ തന്നെ ഉള്ളിയൊക്കെ ആഡ് ചെയ്യും. പിന്നെ ക്യാരറ്റ് ഇടുമ്പോൾ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ അധികം ക്യാരറ്റ് ഇടലുണ്ട്. ക്യാരറ്റ് ഇടുന്നതൊക്കെ ആദ്യം ഗീയിൽ തന്നെ ചെയ്യും. എന്നിട്ട് റൈസ് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ബോയിലിംഗ് വാട്ടർ ഒഴിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചോറുണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര റൈസ് സ്റ്റിക്കായിട്ട് വരില്ല എന്ന്, നല്ല വിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് അധികം ഉണ്ടാക്കലുള്ളത്.
അതിൻ്റെ ഇടയ്ക്ക് മസാലയും ചോറൊക്കെ ഞാൻ ലെയർ ചെയ്തിട്ടോ. അതെടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയതല്ല ആക്ച്വലി. ഞാൻ ക്യാമറ ഓണാക്കിയെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ക്യാമറ ഓണാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ലെയർ ചെയ്തിട്ടുണ്ട്. മസാലയും ചോറൊക്കെ ലെയർ ചെയ്ത് നല്ലോണം മുകളിൽ ഗാർണിഷൊക്കെ ചെയ്ത് കൊടുത്തിട്ടോ. ഞാൻ ഫ്രൈഡ് ഓണിയനും ഇട്ടിട്ടുണ്ട്, എയർ ഫ്രയറിൽ ചെയ്ത്. അത് നമ്മൾ മറ്റേ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ട് വന്നിട്ടില്ല, എന്നാലും ഓക്കെ ആയിട്ട് നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദം ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ കുറച്ച് ഫിഷ് ആയതുകൊണ്ട് തന്നെ അതെന്തായാലും മതിയാവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കുറച്ച് ചിക്കൻ കൂടെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് അടുത്ത ഹാക്ക് എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഐറ്റം കുറവാണെങ്കിൽ ഒരു ചെറിയ സൈഡ് ഡിഷൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങ് ബാലൻസ് ചെയ്തെടുക്കുക. എക്സ്ട്രാ എഫേർട്ടൊന്നും ഇല്ലാണ്ട് തന്നെ മീൽ കംപ്ലീറ്റ് ആയ പോലെ ഒരു ഫീൽ കിട്ടും. ചിക്കൻ ഞാൻ ബേസിക് മസാല ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് ഒരു നോർമൽ ഫ്രൈ ആണ് എടുക്കുന്നത്. നല്ല വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് പെട്ടെന്ന് ഈ ഷെൽഫ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഓരോ പാട്ട് ഓരോ ഡേ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോർണേഴ്സൊക്കെ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതും എൻ്റെ ഒരു ഫേവറേറ്റ് ഹാക്കാണ് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് നമ്മൾ എക്സോസ്റ്റ് ആവുന്നതിനെക്കാട്ടും നല്ലത് ഡെയിലി ഓരോ കോർണറോ ഡ്രോവറോ ഷെൽഫൊക്കെ പിക്ക് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. മെല്ലെ എല്ലാം ഡൺ ആവുകയും ചെയ്യും. നമ്മൾ ബേൺട്ട് ഔട്ട് ആയ പോലെ ഫീൽ ചെയ്യുകയും ചെയ്യൂല. നോർമലി ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ നിന്നാൽ ഒരു ഏരിയ ഫുള്ള് തീർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അടുത്തയിലേക്ക് പോവുക, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കിച്ചണിലൊക്കെ പ്രത്യേകിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നാൽ നമ്മൾ ഇത്ര ക്ലീൻ ചെയ്തിട്ടും തീരൂല, അത്രയും ചെയ്യാനുണ്ടാവും. ഓരോ ഷെൽഫും ഫ്രിഡ്ജും അങ്ങനെ എല്ലാം കൂടെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഡേ കംപ്ലീറ്റ് അതിലങ്ങ് പോയി കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ അതിൻ്റെ നടുവ് കൂടെ ഓരോ ഷെൽഫോ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യൂല. എത്രയൊക്കെ മടിയുണ്ടെങ്കിലും ദമ്മ് പൊട്ടിക്കുമ്പോൾ വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് കിട്ടുമ്പോൾ ഇതുവരെ എടുത്ത എഫേർട്ടൊന്നും ആലോചിച്ചിട്ട് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇന്നത്തെ ബിരിയാണി അങ്ങനെ പെർഫെക്റ്റ് വേലുണ്ടാക്കിയ ബിരിയാണി ഒന്നും അല്ല. ക്യുക്കായിട്ട് പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ്. ബട്ട് ഓണസ്റ്റ്ലി ചില ടൈമിൽ കുറേ ടൈം എടുത്തിട്ട് നല്ലോണം നന്നാക്കി ഉണ്ടാക്കി വെക്കുന്ന ബിരിയാണിനെക്കാട്ടും എത്രയോ ടേസ്റ്റ് തോന്നി ഇന്നത്തെ ബിരിയാണി. മേ ബി നല്ലോണം ക്രേവ് ചെയ്തിട്ട് കിട്ടിയോണ്ടായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന എല്ലാ മീൽസും റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും ആയിരിക്കില്ല അല്ലേ. ബട്ട് ഇറ്റ് ഓൾവേസ് ഹാസ് ലവ് ഇൻ ഇറ്റ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇറ്റ് ടേസ്റ്റ് ദ ബെസ്റ്റ്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മീ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. നിങ്ങളുടെ തോട്ട്സൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.